അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് അല്ലേ ഞങ്ങള് തമ്മിൽ രമേശേട്ടനൊന്ന് ഇവിടെ കൊണ്ടു പിടിച്ച് ഇരുത്തിയത്. സ്റ്റുഡിയോ റൂമൊക്കെ അല്ലേ, വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നിരുന്ന വല്ലതൊക്കെ പറയാന്ന് പറഞ്ഞു ഞാൻ. നമ്മളിങ്ങനെ ഒരു നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ എടുക്കുമ്പോ അല്ലെ, ഞങ്ങളിങ്ങനെ സംസാരിച്ച് കേറി പോയി ഞങ്ങള് തന്നെ അറിയാതെ ഒരു ടോപ്പിക്കിലെത്തി. ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, വേറെ ഏതോ ടോപ്പിക്കില് ഞങ്ങള് ഭയങ്കരമായി ഞങ്ങള് വെറുതെ ഇരുന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ എന്തിനാ നമ്മളിങ്ങനെ സംസാരിച്ച് കളയണത്, ഇത് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് ഇടാം. കാരണം ഇത് ഒരുപാട് പേര് റിലേറ്റ് ചെയ്യും, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഒരുവിധം എല്ലാവരുടെ ഫാമിലിയിലും ഇങ്ങനെ തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ കാരണം എപ്പോഴും അങ്ങനെയാണ് കിട്ടുള്ളൂ എന്ന് പറയില്ലേ, നമുക്ക് ഒരാൾക്ക് ഒരു പാർട്ട്ണർ എപ്പോഴും അങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ പാർട്ട്നേഴ്സ് എങ്ങനെയാണോ എന്നുള്ള ഒരു സംഭവം. വേറെ ഒന്നല്ല, എന്താണ് ഇൻട്രോവേർട്ട് വേഴ്സ് എക്സ്ട്രോവേർട്ട്. ഒരു ഇൻട്രോവേർട്ട് ഒരു എക്സ്ട്രോവേർട്ടിനെ കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ സാധാരണഗതിയിൽ എപ്പോഴും കുടുംബ പ്രശ്നം അവിടെ ഉണ്ടാവുന്ന കുടുംബ പ്രശ്നങ്ങൾ. അല്ല, സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്നവരും ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളിലും സംഭവിക്കുന്നത് ഇൻട്രോവേർട്ട് എപ്പോഴും ഹസ്ബൻഡ്സും എക്സ്ട്രോവേർട്സ് എപ്പോഴും ഭാര്യമാരുമായിരിക്കും കണ്ടിട്ടുള്ളതില്. കൊറേയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവുക ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആണുങ്ങൾ എന്ന് പറയുമ്പോൾ സമൂഹം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, അധികം സംസാരിക്കേണ്ട, അങ്ങനെ ആരെയും കൂടെ പോണ്ട, ഒരു വലിയൊരു അല്ല പോയില്ലെങ്കിൽ കുഴപ്പമില്ല, കുടുംബ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവൻ അങ്ങനെയാണല്ലോ ആൺകുട്ടികൾ വേണ്ടത് എന്നുള്ള ഒരു രീതിയാണ്. പക്ഷെ അത് ഓപ്പോസിറ്റും ഇല്ലേ, പെൺകുട്ടികൾ അധികം ഇഷ്ടമായിട്ട് ആവരുത് എന്നുള്ളതില്ലേ സമൂഹത്തില്. പിന്നെ പക്ഷെ അല്ലല്ലോ പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കണം വെച്ചാലും പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാല് ഉള്ള ഒരു ഇതെന്താ വെച്ചാൽ അവരെല്ലാവരായിട്ട് സംസാരിക്കണം, എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യണം, ഭർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം, ഭർത്താവിന്റെ കൂടെ എല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യണം. ഒരു ഇൻട്രോവേർട്ട് ഒരു ആൺകുട്ടി ഒരു ഭാഗത്തും മിണ്ടാതെ ആരോട് ഇരിക്കുന്ന പോലെ, ആരുടെയും വീട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത പോലെ ഒരു പെൺകുട്ടി ഇരുന്ന അതൊരു പ്രശ്നമാവും. ഇതിപ്പോ ഈ സംസാരിക്കുന്നില്ലേ, ഇത് അങ്ങനെ ഒരു ടോപ്പിക് ആയിട്ടല്ല, ഇതൊരു ഒരു ചർച്ചയാണ്. ഞങ്ങളപ്പോ ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോ ആ സംസാരം ഇവിടെ ഇതിന്റെ മുന്നിലാവണമെന്ന് മാത്രം അല്ല. അപ്പൊ ഞങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ പറയായിരുന്നു. സൊപ്പു പറഞ്ഞ പോലെ സൊപ്പു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ സ്വപ്പുവിന്റേതായ ഒരു ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ മുന്നേ എന്നെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്നെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു അയ്യോ ചേച്ചി ഇങ്ങനെയാണ് ആരും വിശ്വസിക്കില്ല, കാരണം ചേച്ചിയുടെ ക്യാമറയിൽ മുന്നിലുള്ള സംസാരം ഒക്കെ കാണുമ്പോ ചേച്ചി ഇങ്ങനെ. പക്ഷെ രമേശേട്ടൻ ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം രമേശേട്ടൻ കുറെ വർത്താനം പറയിച്ചാലും ഇങ്ങനെ ഒരു ഇരുന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. ഞാനിങ്ങനെ വളവള പറയുമ്പോൾ വിചാരിക്കും ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണെന്നുള്ളത്. അപ്പൊ ഇൻട്രോവേർട്ടുകൾക്ക് ഞാൻ ഇൻട്രോവേർട്ട് ആണോ ആംബിവേർട്ട് ആണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോഴും. കാരണം ആംബിവേർട്ട് നല്ലതാണ്, ആംബിവേർട്ട് കൺസിഡർഡ് ആസ് ഗുഡ് തിങ് ആണോ എനിക്ക് അറിയില്ല. അത് ബാലൻസ് ആണല്ലോ. ആംബിവേർട്ട് ആണല്ലോ, ബാലൻസ് അല്ലല്ലോ. നിനക്ക് ഇടയ്ക്ക് ബാലൻസ് തെറ്റാറുണ്ട്. എന്നിട്ട് നീ ഒമ്നിവേർട്ടിലേക്ക് പോകും. ഒമ്നിവേർട്ട് പറഞ്ഞാൽ അറിയില്ലേ, എക്സ്ട്രീം രണ്ടെണ്ണത്തിന്റെ എക്സ്ട്രീം സൈഡ് കാണിക്കും. അപ്പൊ ഒമ്നിവേർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അതാ വരിക. അവര് എക്സ്ട്രോവേർട്ടിന്റെയും ഭയങ്കരമായിട്ടുള്ള ആ എക്സ്ട്രീം എൻഡിലുള്ളത് കാണിക്കും, അതേസമയം ഇൻട്രോവേർട്ടിന്റെ എക്സ്ട്രീം എൻഡിലുള്ളത് കാണിക്കും. അതായത് അല്ല, എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, കാരണം നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നീ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നീ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നീ അടിച്ച് പൊളിച്ച് തല കുത്തി മറിയുന്ന കാണുമ്പോ, പക്ഷെ അതേ ആളെന്നെ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു രണ്ടാൾക്കാരോട് വരികയാണെന്ന് വെച്ചാൽ ഓടി റൂമിന്റെ ഉള്ളിൽ പോയിട്ട് അടങ്ങിയിരിക്കണം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലുള്ള ഒരാള് രണ്ട് സീൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ വിചാരിക്കും നീ നിനക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നീ സ്ട്രഗിൾ ചെയ്യും ബാലൻസ് ചെയ്യാൻ. അപ്പൊ നീ ആ സിറ്റുവേഷൻ നോക്കുമ്പോ നീ ഒമ്നിവേർട്ടാണ്. അങ്ങനെ ഒരു വേർഡ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഒമ്നിവോറസ് ഒക്കെ പഠിച്ചിട്ടതല്ലാതെ ഈ ഒരു സംഭവം താങ്ക് യു ആദ്യമായിട്ട് ഈ ഡിസ്കഷനിൽ ഞാനൊന്ന് മനസ്സിലാക്കിയ കാര്യം. അപ്പോ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെയാണ്. കാരണം നീ നിന്റെ ഫ്രണ്ട് സർക്കിളിൽ നീ അടിച്ചു അത് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആകെ രണ്ടാളാണ്, അത് വേറെ കാര്യം. ആകെ 2-3 അതിലപ്പുറം എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല. അതിലപ്പുറം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും സംസാരിക്കും, 2 ദിവസം കഴിഞ്ഞാൽ സംസാരിച്ച ആളെ പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ ഇന്റെ വൈബിലേക്ക് വരുന്ന 1-2 പേരേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ
മെല്ലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേറെ നല്ല ഞാൻ തന്നെ ഐസൊലേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഇതില് ഈ സ്വഭാവങ്ങളൊക്കെ അല്ല, ഇതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ മുതലുള്ള പ്രശ്നങ്ങൾ പറയണം. അപ്പോഴാണ് അതായത് ഇത് ഈ ക്യാരക്ടറുകൾ എല്ലാം ഒന്ന് ചീത്തതാണെന്നോ ഒന്ന് നല്ലതാണെന്നോ ഇല്ല കേട്ടോ. നമ്മളൊരാളെ എക്സ്ട്രോവേർട്ട് ആയ കാരണം നമ്മൾ എല്ലാവരും സോഷ്യലൈസ് ചെയ്യണ കാണാൻ അവൻ ഭയങ്കര ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രോവേർട്ട് അതും ഇല്ല, ഓംനിവേർട്ട്. പക്ഷെ ഈ നോർമലി നമ്മള് ഇപ്പൊ ഞങ്ങളൊക്കെ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ ബിസിനസ് വേൾഡിലൊക്കെ ഞങ്ങൾ എപ്പോഴും ആംബിവേർട്ട് ആവണമെന്ന് പറയും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ടും വേണം, ബാലൻസ് ചെയ്തിരിക്കുന്ന ആളാവണം. കാരണം നമ്മൾ കസ്റ്റമേഴ്സിനെ കാണുന്ന സമയത്ത് അവരുടെ ഫീലിംഗ് അറിയണം. അപ്പൊ അതിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരു ആംബിവേർട്ട് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണെന്നുള്ള ഒരു കോർപ്പറേറ്റ് വേൾഡിലെ ഒരു പേഴ്സണൽ ട്രൈറ്റ് എപ്പോഴും നോക്കും നമ്മള്. അപ്പൊ ആംബിവേർട്ട് ആണോ നോക്കും. എക്സ്ട്രോവേർട്ടും പറ്റില്ല, ഇൻട്രോവേർട്ടും അവിടെ പറ്റില്ല. അത് അത് ബിസിനസ് വേൾഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റതും അതേപോലെ തന്നെ ഈക്വലി ബുദ്ധിമുട്ടാണ്. ഒരു കസ്റ്റമറുടെ അടുത്ത് ചെന്ന് ആവശ്യമുള്ള മാത്രം സംസാരിച്ചാൽ മതി. വായത്തൊന്ന് മൂന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകും. അപ്പൊ നമുക്ക് പറയേണ്ട ഒരു ലിമിറ്റ് ഉണ്ട്, അവരുടെ ഫീലിംഗ് അറിയേണ്ടതുണ്ട്. ആ കസ്റ്റമറുടെ ഫീലിംഗ് അറിയാൻ നമ്മൾ വായത്തൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കോർപ്പറേറ്റ് വേൾഡിലേക്ക് പോകും. അതല്ല സംഭവം. അപ്പൊ കോർപ്പറേറ്റ് വേൾഡിൽ എപ്പോഴും അല്ലെങ്കിൽ ബിസിനസ് വേൾഡിൽ എപ്പോഴും ആംബിവേർട്ടിനാണ് എല്ലാവരും പ്രിഫറൻസ് കൊടുക്കുക. ഇനി പേഴ്സണൽ ലൈഫിൽ വരുമ്പോ ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട്. ഞാനും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്റെ ക്യാരക്ടർ എന്റെ പാർട്ട്ണറെ ക്യാരക്ടറായിട്ട് മാച്ച് ആവാൻ സ്വപ്പും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടി പോയിട്ട് ചെങ്ങായി കാരണം ലൈഫിൽ സുഖസേര് പോയിന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അത് കൂടെ വരാം അല്ലെ, അപ്പോഴാണ് അത് കുറെ കണക്ട് ചെയ്യുക. ഇപ്പത്തെ ജനറേഷൻ ആവുമ്പോ എന്താ വെച്ചാൽ യൂട്യൂബ് ഉണ്ട്, ഇതിനെ പറ്റി നമുക്ക് അറിയാൻ ഒരുപാട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ കേട്ട തന്നെ യൂട്യൂബിലുണ്ട്. പണ്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ ജാട, വൃത്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഇവൻ നല്ലവൻ, ഇതൊക്കെയാണ് നമ്മുടെ കാറ്റഗറീസ്. അല്ലാതെ ഇങ്ങനെയുണ്ട്, ഇൻട്രോവേർട്ടാണ്, അതാണ്, പിന്നെ സോഷ്യൽ ആങ്സൈറ്റി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് സത്യമായിട്ട് യൂട്യൂബിലുണ്ട് അറിഞ്ഞതാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഇപ്പത്തെ ആൾക്കാർക്കൊക്കെ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ അല്ലെ പാർട്ട്നേഴ്സിന് വലിയ കുഴപ്പമുണ്ടാവില്ല. അതായത് അവര് യൂസ്ഡ് ആണ്, വലിയ കുഴപ്പം. പക്ഷെ നമ്മുടെ കാലത്ത് ഒരു 16-17 വർഷം മുന്നേ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ചോദിക്കില്ലല്ലോ നീ ഇൻട്രോവേർട്ട് ആണോ നീ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഫോണിലൂടെയുള്ള സംസാരത്തിന് മനസ്സിലാക്കും. പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അയാളായിട്ട് കുറച്ചും കൂടി നമ്മൾ സംസാരിക്കില്ല, അറിയില്ല. പിന്നെ മീറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഇതൊന്നും പണ്ടില്ലല്ലോ. അതെ, കല്യാണത്തിന് മുന്നേ സംസാരിക്കുക, റിലേഷൻ കുറച്ചു കാലം ജീവിക്കുക, അങ്ങനെയൊന്നുമല്ല. മാക്സിമം ഒരു ഫോൺ ഞങ്ങള് കല്യാണത്തിന് 2 ദിവസം മുന്നേയാണ് ഐ മീൻ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊന്ന് കണ്ടത്. അതാണ് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്ന തിരക്കില് ആദ്യമായിട്ട് കാണുന്ന ദിവസം അതാണ്. അതെ, അപ്പൊ അതെന്താ അപ്പൊ സത്യം പറഞ്ഞ ഒരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടിനെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇപ്പത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറെയൊക്കെ ഇതാക്കാൻ പറ്റും. അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഫേസ് ചെയ്ത പ്രശ്നമോ എന്റെ പോന്നെ, ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം എന്താ വെച്ചാൽ രമേശേട്ടന്റെ ഭയങ്കര ഫ്രണ്ട്സ് ഉള്ള ആളായിരുന്നു. ഒന്നാമത് ഹിന്ദി അറിയില്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോ. അത് ഭാഷ ഒരു വലിയ പ്രശ്നം. മുംബൈയിലുള്ള കൾച്ചറൽ ഡിഫറൻസ് ഒരു പ്രശ്നം. നാട്ടില് എന്താ പറയാ ഒരു നോർമൽ കോളേജിലും ഇതിലൊക്കെ പോയി അതിലപ്പുറം ഒരു ലോകം. മദ്രാസ് ചെന്നൈ പോയി ചിലത് ലോകമായിട്ടൊന്നും കാണാൻ പറ്റില്ല. 6-7 മാസം കഴിഞ്ഞപ്പോൾ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ. അപ്പൊ അവിടെയും ചെന്നൈ കൾച്ചറും ഇങ്ങനെ ഒരു മുംബൈ കൾച്ചറല്ല. അപ്പൊ അതിന്ന് ഇങ്ങനെ ഒരു നാടൻ പെൺകുട്ടിന്ന് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഓൾറെഡി കുറെ ടീംസ് കല്യാണത്തിന്റെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ കല്യാണല്ലേ കുറച്ച് ചാടൊക്കെ ആവാം. ദൈവമേ അവർക്ക് എന്നെ മനസ്സിലായിട്ടൊന്ന് വിചാരിക്കണേ കുറച്ച് കൊല്ലം. പിന്നെ രമേശേട്ടൻ വിചാരിച്ചത് എന്താ വെച്ചാൽ രമേശേട്ടനെ പോലുള്ള ഒരു പെൺകുട്ടിയാണ് ഞാനുള്ളത്. അതായത് വന്ന ഉടനെ അടുത്ത ആഴ്ച നമുക്ക് ഇവിടെ പോകണം, അതിൻ്റെ അടുത്ത ആഴ്ച ഓൾറെഡി പ്ലാൻ ചെയ്തു, അടുത്ത ആഴ്ച നമുക്ക് ലോണാവാല എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ടീമിലുള്ള ഫ്രണ്ട്സിന്റെ, പിന്നെ ഞാൻ മറ്റേ ടീം ഉണ്ടല്ലോ എൻ്റെ മറ്റേ ടീമിന്റെ കൂടെ ഉള്ള നമുക്ക് മാത്രമേ ഇപ്പോൾ, പിന്നെ ഞാൻ അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആരാണ് ഇതൊക്കെ അതിനോട് പ്ലാൻ ചെയ്തു. രമേശേട്ടൻ വിചാരിച്ചത് എല്ലാ വീക്കെൻഡും ഫ്രണ്ട്സിന്റെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ ട്രിപ്പ് പോവുക, ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കുക, അവരുടെ വീട്ടിലേക്ക് വിളിക്കുക, അങ്ങനെ മൂപ്പരാണ്ട് വിചാരിച്ചു ഇതാണ് ലൈഫ്. പിന്നെ മുംബൈ ലൈഫ് എന്ന് പറയുമ്പോൾ പൊതുവേ പെൺകുട്ടിയോടും ഭയങ്കര എക്സ്ട്രോവേർട്ട് ജിൽ പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ലൈഫൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു. എനിക്ക് ആൾക്കാരെ കാണുന്നതേ തലവേദനയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഏപ്രിൽ കല്യാണം കഴിഞ്ഞ് വന്ന് മെയിൽ 1 മാസം മുഴുവൻ എല്ലാവരും വീട്ടിൽ പോയി. അന്ന് പിന്നെ കുഴപ്പമില്ല, വീട്ടിൽ പോയി വിരുന്നല്ലേ, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ഭക്ഷണം കഴിച്ച് വരാം. എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിൽ രമേശേട്ടൻ്റെ ഫുൾ ഫ്രണ്ട്സിന്റെ വീട്ടിലും റിലേറ്റീവ്സിന്റെ വീട്ടിലും പോയി. പിന്നെ എനിക്ക് മനസ്സിലായി
ഇങ്ങനെ പോയാ പണിപാളി. ഞാൻ വേഗം ചൂടാൻ വേണ്ടി ജോലിക്ക് കയറി. എന്താ പിന്നെ ശല്യമില്ലല്ലോ, ആര് വീട്ടിക്ക് വരും ആര് വീട്ടിക്ക് പോകണ്ട. ശനിയാഴ്ച വരെ പണിയെടുത്ത് സത്യം പറയാ ജോലിക്ക് പോയിരുന്നതന്നെ സോഷ്യലൈസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു. പിന്നെ രമേശേട്ടൻ ഓർമ്മയുണ്ടോ ഒരു പ്രാവശ്യം ഞാൻ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കി എന്നല്ല, ഞാൻ ഭയങ്കരമായിട്ട് കരങ്ങി അടി ഉണ്ടാക്കിയത് എന്തിനായിരുന്നു അറിയോ? ഞാൻ കരങ്ങിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കി. എന്തിനാ വെച്ചാൽ രമേശേട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് ചിരി സഹിക്കാൻ വയ്യ. അതായത് ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാണ്, അപ്പൊ ഫുൾ ഫ്രണ്ട്സും ഉണ്ടാവും. അവരുടെ കല്യാണത്തിന് രാവിലെ മുതൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. രമേശേട്ടൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിനെങ്കിലല്ലേ ഓർമ്മ ഉണ്ടത്. ഞാൻ അനുഭവിച്ച പ്രഷറാണ് ഞാൻ അവിടെ ആലോചിച്ചു. ഭാഷ എന്നുള്ളത് മാത്രമല്ല, ഇത്ര ആളുകളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ മലയാളികളും ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ നിനക്ക് കംഫർട്ട് ഉള്ള ആളുകളെ ഞാൻ ആക്കി തരാൻ കംഫർട്ട് ഉള്ള കുട്ടികളുണ്ടാവും. അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ചതല്ല. ഇവിടെ എന്താ ഒരു പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ ഒരു സോഷ്യലൈസ് നേരെ വന്നു കഴിഞ്ഞാൽ ഈ പാട്ടും ഡാൻസ് ഒക്കെ തുടങ്ങിയാൽ പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കാൻ വിളിക്കും. പിന്നെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ. അതൊക്കെ ഇപ്പൊ ഇവിടുത്തെ മാത്രമല്ല, നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണ് എല്ലാ കല്യാണം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആൾക്കാരെ കാണുന്നത് തന്നെ എനിക്ക് ഇപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ പണ്ടേ എനിക്ക് കൂട്ടത്തിൽ കൂടുമ്പോ അമ്പലത്തിൽ പോയാലൊക്കെ ഞാൻ തലചുറ്റി വീഴും. അപ്പൊ ഞാൻ തലയേറ്റി വീഴും. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഭയങ്കര ക്രൗഡ്. പക്ഷെ എന്റെ വീട് എന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛനെ ഞങ്ങള് വലിയ കുടുംബമാണ്. അച്ഛന്റെ വീടാണെങ്കിലും പക്ഷെ അവരോട് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ക്ലോസ് റിലേഷനിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ അവിടെ നിന്ന് പുറത്ത് വിട്ടാൽ ഞാൻ ആക്റ്റീവ് അല്ല. എന്റെ ഫ്രണ്ട്സിൽ ഞാൻ ആക്റ്റീവാണ്, പുറത്ത് വിട്ടാൽ ഞാൻ ഓടി ഒളിക്കും. കല്യാണത്തിന് പോലും അമ്മ വിളിച്ച് ഞാൻ പോകാറില്ല, ഒരു കല്യാണത്തിനും പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളാണ്. അതിന്റെ ഇടയിൽ ഫ്രണ്ട്സ് ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ മലയാളമാണോ വിളമ്പേണ്ടതെന്ന് അറിയില്ല. പ്ലസ് ഈ ആൾക്കാരൊക്കെ കൂടെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും രമേശേട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അല്ലെ, ഒരു പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു ഇത് തോന്നിയത് എന്താ അറിയോ, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാർ. അത് നമ്മളെ ഭാഷയുടെ പേരിലൊന്നും ജഡ്ജ് ചെയ്യൊന്നുമില്ല. ഞാനാണെങ്കിൽ ആ കുട്ടിയുടെ കൂടെ തന്നെ ഇരുന്നു. ആ കുട്ടിയുടെ വീട്ടിലെ രാവിലെ പോയിട്ട് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടെ തന്നെ ഞാൻ ആരെന്ത് പറഞ്ഞാലും വരില്ല. ഞാൻ ഓർമ്മ രമേശേട്ടൻ്റെ ഫ്രണ്ട് കാരണം മുപ്പത്തിർക്ക് ഏകദേശം മനസ്സിലായിട്ടോ എന്റെ ഭാഷയും അവസ്ഥയൊക്കെ. ഞാൻ ആ കുട്ടിയുടെ കൂടെ തന്നെ ഇങ്ങനെ മിണ്ടാതെ ആ കുട്ടി ഇങ്ങനെ കുറേ സംസാരിച്ചു. ഞാൻ ആ കുട്ടിയോട് കുറേ സംസാരിച്ചു. അതിനപ്പുറം ആരെ കാണുമ്പോഴും എനിക്ക് തല കറങ്ങരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഓർമ്മ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ദൈവമേ ആ ഒരു 3-3.5 മണിക്കൂർ എനിക്കൊരു 3-3.5 കൊല്ലത്തിന്റെ ഫീലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞ കാരണം ഞാൻ എന്റെ സോഷ്യലൈസിങ് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിട്ടുപിരിയേണ്ട ഒരു അവസ്ഥയാണോ? ഞാൻ ആകെ ഭയങ്കര പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും ഇനി? ഭാഷയല്ല പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മലയാളികളോട് സംസാരിക്കാനും പ്രശ്നം പാടില്ലല്ലോ. ഭാഷയല്ല പ്രശ്നം എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. എന്റെ സ്വഭാവമാണ് പ്രശ്നം. കാരണം എന്നെക്കാളും ഹിന്ദി അല്ലെങ്കിൽ ഇപ്പോഴും ഹിന്ദി അറിയാത്ത അല്ലെങ്കിൽ ഇപ്പോഴും ഭാഷയുടെ ഒരു പ്രശ്നമല്ലാത്ത എത്ര സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ അറിയാം. ഒന്നും അറിയില്ലെങ്കിൽ ലോകത്തുള്ളവരോട് മുഴുവൻ അലക്കി വിട്ട് ഫ്രണ്ട്സ് ആക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ സാധിക്കുന്നത് തോന്നുന്നു. അപ്പൊ അത് ഭാഷയുടെ പ്രശ്നമല്ല, അത് ആ ഒരു സ്മാർട്ട്നെസിന്റെ പ്രശ്നമാണ്. സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേർക്ക് എവിടെ പോയാലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ഫ്രണ്ട്സ് ഓക്കെ. ഇനി നമ്മുടെ വീട്ടുകാരുടെ കാര്യം. സ്വതവേ ഒരു കുടുംബത്തിൽ ഇപ്പൊ ഏതൊരു കുടുംബത്തിലായാലും ആ കുടുംബത്തിൽ ഒരു ആൺകുട്ടി വന്നു കയറാച്ചാലും പെൺകുട്ടി വന്നു കയറാച്ചാലും ആ പാർട്ട്ണർക്ക് ഉണ്ടാവും ഓക്കെ ഞാൻ കല്യാണം കഴിക്കുന്ന ഭാര്യ എൻ്റെ വീട്ടുകാരോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, ഭയങ്കരമായിട്ട് ചിൽപ്പില്ലായി, അവരുടെ കാര്യങ്ങളൊക്കെ അവരൊക്കെ എന്നും ഫോൺ വിളിച്ച് അന്വേഷിച്ച്, അമ്മോടും അച്ഛനോടൊക്കെ എന്നും ഫോൺ വിളിച്ച് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ. ഇതുപോലെ തന്നെ അവൾക്കും എന്താണ് എങ്ങനെയാണ് ഒരു ആൾ കയറി വരുമ്പോൾ അവരുടെ വീട്ടുകാരായിട്ട് ഞാൻ എങ്ങനെ മിങ്കിൾ ചെയ്യണം. പൊതുവേ ആക്ച്വലി ആണുങ്ങൾക്ക് അതുണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞു കേട്ടുള്ള എനിക്ക് കമന്റ് ഉള്ളതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ സംഭവിച്ച് കല്യാണം കഴിഞ്ഞ് വന്ന് ആണുങ്ങളിപ്പോ ഭാര്യയുടെ വീടുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു ദിവസം എത്രയോ കമന്റ് വരുന്നത്, ഒരു ദിവസം പോലും ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കാത്ത ഹസ്ബൻഡ്സ് ഉണ്ട്. ഒരു ദിവസം പോലും അവർ അച്ഛനും അമ്മേനായിട്ട് നേരം പോലെ പറഞ്ഞാൽ അങ്ങനെ ഇൻട്രോവേർട്ട് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് ഓക്കെയാണ്. കൂടുതൽ സമയം അപ്പൊ ആൺകുട്ടികൾ അങ്ങനെ നിക്കണം എന്നില്ല, അവരുടെ വീട്ടിൽ സംസാരിക്കണം എന്നില്ല, വരണം എന്നില്ല. അതൊരു അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ പെൺകുട്ടികൾ നേരെ തിരിച്ച് ഇതുപോലെ ആവുമ്പോ അതൊരു വലിയ ഇഷ്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള പെൺകുട്ടിയും കൂടി ആവണ സമയത്ത് പെട്ടെന്ന് ഫേസ് ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല് സ്വപ്പു ഒരാളുണ്ട് അവിടെ, ആളിരിക്കും, എന്നാൽ കൂട്ടത്തിലോ കൂടും, സംസാരിക്കും, എല്ലാറ്റിനും ഉണ്ട്. പക്ഷെ
ഈ ഇൻട്രോവേർട്ടിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ അവരൊരിക്കലും ഇനീഷ്യേറ്റീവ് എടുക്കില്ല. ഇങ്ങനെയുള്ള സോഷ്യലൈസ് സംഭവങ്ങളില് ഓക്കെ എന്നാ എല്ലാവരും വരും നമുക്ക് എന്താ നോക്കാം, അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല. എല്ലാവരും വിളിക്കുകയാണെന്ന് വെച്ചാൽ അതിനടിച്ച് നിൽക്കും. ഒരിക്കലും അവള് നോ പറയില്ല. പക്ഷെ ആരെങ്കിലും വിളിക്കണം, അതായത് എന്നാ സ്വപ്പ് നമുക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അല്ല സ്വപ്പ് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത് അത് ആ ഒരു കാറ്റഗറിയുടെ അവരനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. അവർക്ക് ഒരിക്കലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് 4 ആളെ കൂട്ടിയിട്ട് ഒരു പ്രസംഗം നടത്താൻ അവരെ കൊണ്ട് പറ്റില്ല. അത് ഇതുപോലെ തന്നെയാണ് ഈ എക്സ്ട്രോവേർട്ടിന്റെ പ്രശ്നം. 4 ആളുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും ഒരു താല്പര്യം ഇല്ലാത്തവർ വെച്ചാൽ അവരെയൊക്കെ കുത്തി പൊന്തിച്ചിട്ട് ഈ എക്സ്ട്രോവേർട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അയാളെ കൊണ്ട് ബുദ്ധിമുട്ട് വേണം മറ്റുള്ളവർക്ക്. ഈ 2 ഗ്രൂപ്പിനുള്ള പ്രശ്നം അത്. എന്നെ കൊണ്ട് പ്രശ്നമുള്ളവരുണ്ട്. കാരണം 4 ആള് സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഇടയിൽ കയറിയിട്ട് ചുമ്മാ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചതെന്ന് ചിലപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടാവും. ഓക്കെ, എന്താവശ്യമുണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു എക്സ്ട്രീം എൻഡിലേക്കല്ല ഞാൻ പോവാറ്. പക്ഷെ ഇതന്നെ ഞങ്ങൾ അതിലുണ്ടായതെന്ന് വെച്ചാൽ സ്വപ്പു കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഞാൻ ഒരിക്കലും സ്വപ്ന എൻ്റെ വീട്ടിലേക്ക് അമ്മേനെ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ അച്ഛനെ ഫോൺ ചെയ്യുക അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടി എൻ്റെ വീട്ടുകാരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കുക, അന്വേഷിക്കുക, അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, അവരെ പറ്റിയിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ടിപ്പിക്കൽ മെന്റാലിറ്റി അല്ലേ. എൻ്റെ അമ്മയോട് സംസാരിക്കണം, അച്ഛനോട് പണ്ടത്തെ നമ്മളൊരു ടിപ്പിക്കൽ മെന്റാലിറ്റി അങ്ങനെയൊക്കെയല്ലേ. അവരായിട്ട് ഇടപഴകണം അങ്ങനെയൊക്കെയുള്ള. ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് സ്വപ്പ് അവളുടെ നോർമൽ ലൈഫാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, അതായത് എൻ്റെ അച്ഛനമ്മയും പോട്ടെ, സ്വപ്പുവിന്റെ അച്ഛനമ്മയും എന്നെ വിളിക്കും. അല്ല സ്വപ്നം എന്ത് പറയുന്നു, സുഖല്ലേ? അല്ല വിളിക്കാറില്ല. ഇല്ല വിളിക്കാറില്ല. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. അതായത് സ്വപ്നയുടെ അമ്മ അവളെ വിളിക്കുന്ന സമയത്ത് അവളെ ആൻസർ ചെയ്യും, അച്ഛൻ വിളിക്കുന്ന സമയത്ത് അവളെ ആൻസർ ചെയ്യും. അല്ല പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയാകുമ്പോ നമുക്ക് അങ്ങോട്ട് വിളിക്കണം അങ്ങനെയൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ രമേശേട്ടനെ വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ പിന്നെ ജോലി എടുക്കണ്ടേ, എനിക്ക് ജോലി എടുക്കുമ്പോൾ അധികം ക്ഷീണമായിരിക്കും, കട്ടിയലായിരിക്കും. അപ്പൊ അമ്മ 10 ദിവസം കഴിഞ്ഞാൽ എന്താ ജീവനോടുണ്ട്, അപ്പൊ ഞാൻ സംസാരിക്കും. അങ്ങനെ സംസാരിക്കും. അവളുടെ സിസ്റ്റർ ആണെച്ചാലും അവളെ വിളിക്കുന്നത്, അവൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും ഇവളെന്തെങ്കിലും ബിസി ആണെച്ചാലും ഇവള് വിളിക്കാറില്ല. പിന്നെ അവള് വിളിക്കുമ്പോൾ അവള് ചിലപ്പോ ഇപ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സിസ്റ്റർ, സ്വപ്നയുടെ സിസ്റ്റർ അമ്മോട്, അല്ല ഞാൻ 2 പ്രാവശ്യമായി ചേച്ചിനെ വിളിക്കുന്നു, ചേച്ചി എന്താ ഫോൺ എടുക്കാത്തത്. അപ്പൊ അതായത് ഇവളൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആരും വിളിക്കുന്നത് കാണുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഓക്കെ ഇത് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, മനസ്സിലായി. അത് നമ്മൾ ഒപ്പമുള്ള ആളൊരു മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം. അങ്ങനെ ഞാൻ അങ്ങനെ കൂട്ടി വെച്ചിരുന്ന പല പരിപാടികളും ഒക്കെ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇങ്ങനെ ആവും എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. അതൊക്കെ അങ്ങോട്ട് ഞാൻ നിർത്തലാക്കി. ഓക്കെ ഇയാള് ഇങ്ങനത്തെ ആളല്ല എന്നുള്ളത്. അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞു. സ്വപ്പൂന് പിന്നെ അങ്ങനെ എന്നെ പറ്റിയിട്ട് ഇതുണ്ടായില്ല. സ്വപ്പൂന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഈ ഇൻട്രോവേർട്ടിന് ഒരു ഗുണം കൂടെ ഉണ്ട്, അവർക്ക് എക്സ്പെക്ടേഷൻസ് കുറവായിരിക്കും. അതായത് രമേശേട്ടൻ ഇങ്ങനെ ചെയ്യണം, രമേശേട്ടൻ അങ്ങനെ ചെയ്യണം. രമേശേട്ടൻ എങ്ങനെ ചെയ്താലും എനിക്കതൊരു വിഷയമായിരുന്നില്ല. രമേശേട്ടൻ ഞാൻ പറയും ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോളൂ, 1 ആഴ്ച പോണോ 2 ആഴ്ച പോണോ 4 ആഴ്ച പോണോ പോയിക്കോളൂ എന്നുള്ളതാണ്. കാരണം ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രശ്നമില്ല. രാത്രിയൊക്കെ പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് ഇരിക്കുക, സ്വന്തം ഇതില് ഇങ്ങനെ ഇഷ്ടം. അവരുടെ എനർജി കൂടുക, സ്വപ്പുവിന്റെ എനർജി കൂടുക അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നോടത്തുനിന്നാണ് അവളെ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്, എനിക്കൊന്ന് ഒറ്റയ്ക്ക് കുറച്ചിരിക്കണം. അപ്പോഴാണ് ഇത്ര അവൾക്ക് എനർജി വരുന്നത്. എനിക്ക് 4 ആളെ കാണുമ്പോഴാണ് എനിക്ക് സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഞാൻ ഡ്രെയിൻഡ് ഔട്ട് ആവുകയാണ് ചെയ്യാം. അതായത് പക്ഷെ പിന്നെ നമ്മൾ മാറും. ഞാൻ കുറെ മാറിയിട്ടില്ല. അതെ ഒരു പാർട്ട്ണർഷിപ്പിൽ വരുന്ന മാറ്റങ്ങളാണ്. പക്ഷെ നമ്മുടെ ബേസിക് ക്യാരക്ടർ ഇപ്പോഴും അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ കുറെ മാറിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് വരുമ്പോഴേക്കും അയ്യോ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക അതൊന്നുമില്ല. ഫ്രണ്ട്സ് വരികയാണെങ്കിൽ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ എനർജിയിൽ സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആവും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് വീട്ടുകാരെ വിളിക്കുകയാണെങ്കിലും കോൺടാക്ട് ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ തോന്നും അയ്യോ നമ്മുടെ പാർട്ട്ണർ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഓരോന്ന് ചെയ്തു തരുമ്പോ നമ്മളിങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ എന്നുള്ളൊരു എന്തായാലും പറയാ ഒരു സ്നേഹത്തിന്റെ പേരിൽ ഇൻട്രോവേർട്സ് മാറാൻ ശ്രമിക്കും. അല്ലാതെ ഞാൻ ഇൻട്രോവേർട്ടാണ് എന്റെ അടുത്തേക്ക് ആരും വരരുത് ഞാൻ ആരും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ഒരു സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറയുമ്പോ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ എന്റെ 1-2 എക്സാമ്പിൾ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മളെ വീട്ടിലിപ്പോ അതൊന്നും വ്ളോഗിൽ കാണിച്ചിട്ടില്ല. നമ്മളെ ഫാമിലിയിൽ നിന്നൊക്കെ പലരും നമ്മളെ വീട്ടിൽ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അവരൊന്നും നമ്മൾ ഈ വ്ളോഗിലൊന്നും കാണിക്കാറില്ല. അവർ വന്ന് 1-2 ദിവസം നിൽക്കാറുണ്ട്, പോകാറുണ്ട്. അപ്പൊ അവർ വരുന്നതിന്റെ മുന്നേ സ്വപ്പുവിന്റെ ഹാർട്ട് ബീറ്റ് കൂടും. സ്വപ്പ് ഭയങ്കര അല്ല ആ ഭക്ഷണം ഇഷ്ടാവോ, അല്ല അവർക്ക് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഇത് പ്രശ്നമാവോ, അല്ല ഞാൻ എന്തെങ്കിലും ചെയ്യണോ. പിന്നെ അവർ സംസാരിക്കും, അവർക്ക് എന്തെങ്കിലും അതായത് അവളുടെ പേടികളാണ് അവളുടെ. അല്ലാതെ ഒരാൾ വരുന്നോണ്ടുള്ള വിഷമോ അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യമല്ല.
അവളുടെ മനസ്സിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടാവില്ല, അങ്ങനെയുള്ള പേടികളിലാണ് അവർ ഈ സംസാരിക്കുന്നത്. എന്റെ വീട് ആ ഗസ്റ്റ് വന്നിട്ട് ആ മൂലക്ക് പിന്നെ ഇവിടെ ഇതുണ്ടല്ലോ, അവരത് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും? ഞാൻ പറയും അവര് വരുന്നവര് നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്, അവര് വന്നിട്ട് ഇതെന്താണ് അതാണ് നോക്കുക. ഇവർക്ക് ഒരുപാട് അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ടെൻഷനും വെറിയാണ്. ഇനി ഏറ്റവും രസം സംഭവിക്കുക എന്താ അറിയോ? ഈ ആളുകൾ വന്ന് 2 ദിവസം താമസിക്കുന്ന സമയത്ത് എന്നേക്കാൾ കൂടുതൽ അവരായിട്ട് മിങ്കിൾ ചെയ്തിട്ട് കളിയും ചിരിയും തമാശയായിട്ട് നിന്നിട്ട് ഈ ആളുകൾ പോകുമ്പോ ഇരുന്ന് കരയണ ആള് ഈ കൂട്ടര്. ഞാൻ അപ്പൊ ചോദിക്കാറുണ്ട്, എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ട് നമ്മുടെ ഫാമിലിയിൽ പലരും വരുന്ന സമയത്ത് പേടിച്ച് വരച്ച് ടെൻഷൻ അടിച്ചിട്ടുള്ള ആള് അവര് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമായിരുന്നു അല്ലെ അവരുള്ളപ്പ, എന്നിട്ട് ഇതിരുന്ന് പറയാം അയ്യോ അവര് നല്ല രസമായിരുന്നു, എന്നിട്ട് ഈ തമാശകൾ ഇരുന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് ആ പേടി തോന്നുന്നത് എന്തിനാ? അത് അറിയില്ല, പക്ഷെ പോയി കഴിഞ്ഞപ്പോഴോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാ, എന്നിട്ട് അവരായിട്ട് ഫോണിൽ വിളിച്ച് അങ്ങനെ ഡിപ്പെൻസ്. കാരണം അവരെനിക്ക് തരുന്ന വൈബ് അനുസരിച്ചിരിക്കും. ഇപ്പൊ രംഷേട്ടന്റെ തന്നെ ഫാമിലിയിൽ അല്ലെ 1-2 കസിൻസിനെ കേട്ട് എനിക്ക് തോന്നുന്നു രംഷേട്ടനെക്കാളും നല്ല കോണ്ടാക്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പേടിയായിരുന്നു. പക്ഷെ അവര് നമുക്ക് ഇങ്ങടെ ഒരു വൈബ് തരുമല്ലോ. അതായത് ഈ ഇൻട്രോവേർട്സിന്റെ പ്രശ്നമാണ് തോന്നുന്നത്. അതായത് നമ്മുടെ പേടി എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറഞ്ഞ, നമ്മൾ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടില്ലേ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടാവും, എല്ലാം അവര്. പക്ഷെ ഇതൊക്കെ പറയുകയാണെങ്കിലും ഫൈനലി നമ്മൾ സെൽഫ് ലവ് ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ. എന്തൊക്കെ അവർക്ക് ഇഷ്ടപ്പെടില്ലേ ചെയ്താലും ഒരു പ്രശ്നം വരുമ്പോ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവര്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇങ്ങനെ തോന്നും. പക്ഷെ അവര് വന്നിട്ടില്ലേ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ അല്ലേ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ഹായ് എന്നോട് ഇതാ സംസാരിക്കണം. അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ ഭയങ്കര റിലാക്സ് ആക്കുമ്പോ നമുക്ക് പിന്നെ അവര് നമ്മുടെ ചങ്കാണ്. പിന്നെ അങ്ങനെ കുറെ പേര് അങ്ങനെ ശരി, അത് രംഷേട്ടൻ പറ ശരി. പിന്നെ ഇപ്പോഴും ഞാൻ ആ കോണ്ടാക്ട് കീപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഹായ് എന്ത് രസമുള്ള ആൾക്കാരല്ലേ. അതായത് നമ്മളിങ്ങനെ കംഫർട്ട് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം, നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളോട് ഇങ്ങനെ പിന്നെയും ഓരോന്ന് ചോദിക്കുമ്പോ അപ്പൊ നമ്മൾ സന്തോഷത്തിൽ പിന്നെയും. അല്ലാതെ നമ്മളായിട്ട് ഇങ്ങനെ അവരോട് എന്ത് ചോദിക്കും എന്നുള്ള ഒരാഴ്ച മുന്നേ തീരുമാനിക്കണം. ഒരാൾ വന്നാൽ അയാളോട് എന്ത് ചോദിക്കും. പക്ഷെ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംസാരിക്കണ്ടല്ലോ. പക്ഷെ അതാണ് അവരുടെ ആ ക്യാരക്ടർ. അതായത് ഇവര് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ വരരുതെന്നോ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഉണ്ട് അവർക്ക്. ആ പോയിന്റ് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ എന്താ ചോദിച്ചാൽ, ആ പോയിന്റ് ബ്രേക്ക് ചെയ്യാതെ ഇവരെ ഞാൻ വിട്ടു കഴിഞ്ഞു. അതായത് ഒരാൾ വരുന്നുണ്ട് പറഞ്ഞാൽ അവർ പേടിണ്ട് പറഞ്ഞാൽ ഓക്കെ എന്നാ വരണ്ട, ഞാൻ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഇവര് അതിലൂടെ ഒതുങ്ങിപ്പോവും ഇവരുടെ ലൈഫ്. അതായത് പിന്നെ ആരും വരും. ഞാൻ എപ്പോഴും ആ പോയിന്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. വരട്ടെ, എന്നിട്ട് നീ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് നീ റിയലൈസ് ചെയ്യും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളത്. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഞാൻ ബ്രേക്ക് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അത് നല്ല സംഭവം തന്നെയാണ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അവരെ കംഫർട്ട് സോണിൽ എത്തിയിട്ട് അവർക്ക് മനസ്സിലാക്കി വെച്ചു കൊടുക്കണം. ഇങ്ങനെ വന്നുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നില്ല, അവർക്കും ബുദ്ധിമുട്ട്. അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ നല്ലതായി എന്നുള്ളത്. അപ്പൊ അവര് മുന്നോട്ട് പോകുമല്ലോ. അതാണ് ഒരു നല്ല പരിപാടി. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യിക്കണം. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പേടിച്ചു പോകും. എന്താണ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട ആവശ്യം, പറ്റില്ല, എന്നിട്ട് നമ്മൾ പിടിച്ചു വലിച്ച് നിർബന്ധിച്ച് ബലം പ്രയോഗിച്ചാൽ കൊണ്ടുപോകണിച്ചാൽ ആ ഒരൊറ്റ അറ്റംപ്റ്റോട് കൂടിയിട്ട് അവര് പേടിച്ചു പോകും. പലപ്പോഴും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുന്നതും അതായത് എന്താണ് ഇൻട്രോവേർട്ട് എന്ന് പോലും മനസ്സിലാക്കാതെ തോന്നിയ പോലെ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് വേണം. കാരണം ഒരു എക്സ്ട്രോവേർട്ട് ഇരുന്ന് പണിയെടുക്കുക, ഇൻട്രോവേർട്ട് പോയി പണിയൊക്കട്ടെ എന്നുള്ള രീതിയിലാവുമ്പോ അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അല്ലെ എക്സ്ട്രോവേർട്സിൽ. പിന്നെ എന്റെ ഒരു കാര്യത്തിൽ ഒരു ഭാഗ്യം കിട്ടിയെന്ന് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന മുതലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ എക്സ്ട്രോവേർട്സാ. അത് എന്താണ് കാരണം ചിലപ്പോൾ ഇൻട്രോവേർട്സ് നല്ല ലിസണേഴ്സ് ആയതുകൊണ്ടായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ. എന്റെ സ്കൂളിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ സ്കൂൾ മുഴുവൻ അറിയണ കുട്ടിയായിരിക്കും. ആ പേരിൽ ഞാൻ അങ്ങനെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ എന്നെ അറിയും. കോളേജിലാണെങ്കിലും കോളേജിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും ഫേമസ് ആയ കുട്ടിയായിരിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അവളുടെ കൂടെ നടന്ന് അങ്ങനെ കല്യാണം കഴിയുമ്പോഴും ഭാഗ്യം ദൈവം സഹായിച്ച് എനിക്കൊന്നും അറിയേണ്ടതൊന്നുമില്ല. രംഷേട്ടൻ ഉള്ളതുകൊണ്ടൊക്കെ എല്ലായിടത്തേക്കും പോകാൻ നല്ല സുഖം. കാരണം എന്താ വെച്ചാൽ എല്ലാ മൂപ്പര് സംസാരിച്ചോളും. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കല്യാണത്തിനൊക്കെ പോയാലും അല്ലേ രംഷേട്ടനല്ല. ഇതിന് വേറെ രസം കൂടെ ഉണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ ഒരിക്കലും മീറ്റ് ചെയ്ത് ഇവരുടെ ഹസ്ബൻഡ്സ്, ഞാനും അവളും ഒരേപോലെ ഇൻട്രോവേർട്സ് ആണ്. അതായത് സംസാരിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഭർത്താക്കന്മാര് 2 പേരും ഒരേ സ്വഭാവം, ഒരേപോലെ എക്സ്ട്രോവേർട്സ്. ഇപ്പൊ അവര് കട്ട കമ്പനി. ഇപ്പൊ ഇവര് പാർട്ടി വെക്കുമ്പോ ഞങ്ങൾ തമ്മിൽ പോകുമ്പോ ഒരു ഹായ്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം ഞങ്ങൾ ഇൻട്രോവേർട്സ് ആണ് എന്നുള്ളതും. ഞങ്ങള് ഇവര് തമ്മിലാണ് അല്ലെ. പിന്നെ ഞാൻ ചോദിക്കാം, അല്ല ഇതിൽ ആക്ച്വലി ആരായിരുന്നു ഫ്രണ്ട്സ്, ഇവരായിരുന്നോ ഞങ്ങളായിരുന്നോ എന്നുള്ളത്.
അപ്പൊ ഞാനും അവളും ഒരു ഹായ് ബൈ, അല്ലെങ്കിൽ ഇവര് നടത്തുന്ന ഒരു പാർട്ടിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ഹായ്. പക്ഷെ എപ്പോൾ കണ്ടാലും ആ ഫസ്റ്റ് കണ്ട മുതലുള്ള ആ ഫീലിംഗ് തന്നെയാണ്. പക്ഷെ രണ്ടുപേരും ഒരേപോലെ ആയതുകൊണ്ട് ഇവരുടെ ഹസ്ബൻഡ്സ് തമ്മിൽ ഇവർ രണ്ടുപേരും ഒരേ വൈബ് ആയതുകൊണ്ടും അല്ലെ, അങ്ങനെ കുറെ പേരുണ്ടായിട്ട് ഞാൻ വെച്ചേ ഞാൻ കാരണം പരിചയപ്പെടുത്തി കൊടുത്ത് ഇവര് തമ്മിലായോ ഇങ്ങനെ അല്ലെ. എന്റെ ഫ്രണ്ട്സ് ഇപ്പം ഭയങ്കര ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ പറയില്ലേ കുറെ എത്ര ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഐസൊലേറ്റ് ആവാൻ ആഗ്രഹിക്കും കുറെ നേരം വർത്താനം പറയുമ്പോൾ. അപ്പൊ ഞാനിങ്ങനെ എങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ കുറെ കാര്യം പറയുമ്പോൾ ചില കാര്യം എനിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അവളുടെ PhD കുറിച്ച് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ചോദിക്കില്ല. കാരണം നമ്മളൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല. കാരണം എന്താ വെച്ചാൽ ചോദിച്ചാൽ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ എന്ത് കേട്ടാലും മനസ്സിലായ പോലെ അപ്പൊ അവള് ചോദിക്കും നിനക്ക് മനസ്സിലായാലും പിന്നെ എന്താ നീ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചാൽ നീ പിന്നെ ഉത്തരം പറയില്ലേ, ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നത് ഇപ്പൊ കഴിയൂല പറയാം. അപ്പോൾ ദൈവമേ. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളെ മനസ്സിലാവും നമ്മൾ ഇൻട്രോവേർട്ട് ആണ്, അതായത് അത്ര പോലും നമുക്ക് സംസാരിക്കാൻ വയ്യ എന്നുള്ളതാണ്. അപ്പൊ അവളൊരു ദിവസം പറഞ്ഞു നീ എന്നെ 3 വർഷമായി നമ്മൾ തമ്മിൽ പരിചയം, ഒരു മാസത്തിൽ അതായത് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ കിട്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യണത് എന്ന് വരെ നിന്റെ രമേശേട്ടൻ മൊത്തം ചോദിച്ചു, ഫുള്ള് മനസ്സിലായി. ഇന്നേ വരെ കാര്യം എന്താ ചെയ്യണത് എനിക്കറിയാം. എനിക്കറിയണ്ട, എനിക്ക് താല്പര്യമില്ല. അപ്പൊ അവിടെ പറയാ അത് ശരിക്കും അങ്ങനെയാണ് രമേശേട്ടൻ അങ്ങനെയാണ്. ഏത് ചെറിയ കുട്ടിയായാലും വലിയ ആളായാലും വയസ്സായാലും എല്ലാവരുടെയും എല്ലാ കാര്യം അറിയും. എനിക്ക് രമേശേട്ടന്റെ കാര്യം പോലും രമേശേട്ടൻ പറഞ്ഞ എന്നോട് ഇതെന്താ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്നോട് ചോദിക്കണമെന്നില്ല അല്ലെ, തിരിച്ചു ചോദിക്കണമെന്നില്ല. ചോദിച്ചാൽ പിന്നെ ഇതിന് ഉത്തരം പറയില്ലേ. അപ്പൊ പിന്നെ അതും ഞാൻ കേൾക്കാൻ നിൽക്കട്ടെ, ഇതാകുമ്പോ ഇതോടുകൂടെ അവസാനിപ്പിച്ച് പരിപാടി അവസാനിപ്പിക്കുമല്ലോ അല്ലേ. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം തമാശയായിട്ടൊന്നല്ല, ഇതൊക്കെ പണ്ട് ഭയങ്കര ഇഷ്യൂ ആയ കാര്യങ്ങളായിരുന്നു. കുറെ ആൾക്കാരെ കാണുമ്പോൾ കൂട്ടുകുടുംബത്തേക്ക് വലിയ ഫാമിലിക്ക് പെട്ടെന്ന് കയറി ചെല്ലുന്ന സമയത്തും ഫേസ് ചെയ്തിട്ടുണ്ടാവുന്നത്. കാരണം അവരായിട്ടൊക്കെ സംസാരിക്കുക, സോഷ്യലൈസ് ചെയ്യുക, പേടി അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് എത്ര സോഷ്യലൈസ് ചെയ്താലും കുറെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ക്ലോസ് റിലേറ്റീവ്സ് അല്ല, ഇപ്പൊ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും അനിയത്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ വർഷങ്ങളായിട്ട് ഇരുന്നാലും നമുക്ക് മടുക്കില്ല. ഹസ്ബൻഡിന്റെയും കുട്ടിയുടെയും ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ മടുക്കില്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് സോഷ്യലൈസിങ് കുറെ പറ്റില്ല, ഫ്രണ്ട്സ് പാർട്ടി അടിച്ചുപൊളി. പക്ഷെ ഇതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ 1-2 ദിവസം കഴിയുമ്പോഴേക്കും മടുക്കും. കാരണം ഒരു എക്സ്ട്രോവേർട്ടിന് ആരുടെ കൂടി മിങ്കിൾ ചെയ്യാം, ഇൻട്രോവേർട്ടിന്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അല്ലേ. ചില ഇതിലൊക്കെ വയസ്സായ ആളുകളൊക്കെ ഉണ്ട്, 80+ ഒക്കെ. ഞാൻ അവരൊക്കെ ആയിട്ട് ഇരുന്ന് സ്വപ്പ് വയ്ക്കും, ആരായാലും മതിയല്ലേ. അത് എന്ത് അല്ല ഇരുന്ന് കത്തിരിക്കണ്ടല്ലോ 1 മണിക്കൂർ അയാളായിട്ട്, ആര് കിട്ടിയാലും ഓക്കെ ആണല്ലേ. എന്താ കുഴപ്പം, 80+ ആവുമ്പോ അയാളുടെ പണ്ട് ചെയ്ത ജോലിയും എക്സ്പീരിയൻസും സംഭവം വരുമ്പോ നമുക്കൊരു ലേണിംഗ് അല്ലേ. അപ്പൊ ഞാനൊക്കെ 80+ കണ്ട ഏരിയന്ന് സ്കൂട്ടാവും. കാരണം എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതേപോലെ തന്നെ കുട്ടികളായിട്ടും അങ്ങനെ കൊഞ്ചിക്കാനോ മിങ്കിൾ ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്ക് എന്റെ കുട്ടിയെ മാത്രം ചെയ്യാറുള്ളൂ. എനിക്ക് വേറെ ആരെങ്കിലും കുട്ടികളെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ലാതെ അവർക്ക് എന്താ അങ്ങനെയൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതൊരു ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഇപ്പൊ ഇവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരും പറയാം, അവർ കണ്ട് പരിചയമായ സമയത്ത് അവരൊക്കെ വിചാരിച്ചിരുന്ന ഭയങ്കര ജാടയെന്നാ, ഭയങ്കര ജാടക്കാരി, അതായത് സംസാരിക്കില്ല. അവർ പറയും ഇതേമേ ഇങ്ങനെ ഇതായിരുന്നോ നീ, ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഇതായിരുന്നോ നീ, ഞാൻ ഭയങ്കര ജാടൻ. പക്ഷെ ഞാൻ ആ സമയത്ത് അനുഭവിച്ച ടെൻഷൻ അവർക്കറിയില്ല. അതായത് ജാടല്ല, പേടിയാണത്, സംസാരിക്കാനുള്ള പേടി. അവരിങ്ങോട്ടൊന്ന് സംസാരിച്ച ഹാവും. ഇപ്പോഴും നിങ്ങള് പുറത്തൊക്കെ പോകുമ്പോ ഇപ്പൊ അവളുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പല്ലേ അവര് വന്നിട്ട് ഹലോ സ്വപ്നാണോ, അപ്പൊ സ്വപ്നന്റെ കൈ ഞാനുകൾ നിങ്ങൾ കാണുമോ, സ്വപ്നന്റെ കൈ ഇങ്ങനെയോ, അതെ എന്താ പേരെന്താ, അതെ അവിടെ നിൽക്കും. എന്നിട്ട് ഇനി എന്താ രണ്ട് ഡയലോഗ്, അതായത് എവിടെ താമസിക്കുന്നത്, എവിടെ, ഓക്കെ. പിന്നെ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് സ്വപ്പ് മറുപടി പറയുന്ന, അല്ലാതെ സ്വപ്പിന്റെ 2 ഡയലോഗിൽ പരിപാടി കഴിഞ്ഞു. പിന്നെ അവിടെ അങ്ങനെ നിൽക്കും. പിന്നെ ഞാനൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കും. അത് പിന്നെ അല്ലാണ്ട് സ്വപ്പ് അവിടെ 2 മിനിറ്റ് ചിലപ്പോ അങ്ങനെ പരിചയപ്പെടുന്ന പലർക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ തോന്നി, എനിക്ക് തന്നെ തോന്നും ഇവര് പോയി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ജാട, ഇതിനൊക്കെയാണോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് എന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് സത്യമായിട്ട് ഒരാൾ പെട്ടെന്ന് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ ഞാൻ ബ്ലാങ്ക് ആവും. പിന്നെ അവരുടെ പേര് ഒരു 5 പ്രാവശ്യം ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടോ, കാരണം വേറെ ഒന്നും ചോദിക്കില്ല. അപ്പൊ അവർ ഓൾറെഡി അല്ലെ ഇത് എന്നല്ലേ പറഞ്ഞത്, പറഞ്ഞൂലേ. അപ്പൊ എനിക്ക് ഒന്നും പറയാൻ കിട്ടില്ല, കാരണം ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആവും. എനിക്ക് തോന്നല്ലേ ഈ ജന്മത്തിൽ മാറ്റാൻ പറ്റും, അടുത്ത ജന്മത്തിലെങ്ങാനും നോക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൊസൈറ്റി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാവുമ്പോ അത് ഒരു മോശം സംഭവത്തിലേക്ക് എടുക്കും. ഹസ്ബൻഡ്സ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഇതിലും ഞാൻ ഒരു പ്രശ്നം കണ്ടില്ല. കാരണം ആണുങ്ങളല്ലേ, അവരങ്ങനെയാണ്, അവരങ്ങനെ മിണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവരിപ്പോ സ്വന്തം വീട്ടിലാണെങ്കിലും ഭാര്യയുടെ വീട്ടിലാണെങ്കിലും ഒന്നും അങ്ങനെ സംസാരിക്കേണ്ട, അവരങ്ങനെ. പക്ഷെ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ അപ്പോ അല്ലെ
അഹങ്കാരിയായി, ജാടയായി, ഓ അവള് വലിയ സോഷ്യലൈസ് ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ അതേ വൈബ് അല്ലെങ്കിൽ നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ഒരാളല്ലാതെ നമുക്ക് വേറെ ഒരാളായിട്ട് നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ അതേ വൈബും നമ്മുടെ അതേ ചിന്തയും ചിന്താഗതിയും ഒക്കെ ഉള്ള ആളുകളോട് മാത്രമേ നമുക്ക് കുറേ ലോങ് റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരോട് നമുക്ക് എത്രയില്ല ലോങ് റിലേഷൻഷിപ്പ് നമുക്ക് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് ഇങ്ങനെ മെല്ലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരും. അപ്പൊ അവർ വിചാരിക്കും ഇത് എന്താ ഇങ്ങനെ എന്നുള്ളത് തോന്നാനുള്ള ഒരു കാരണമുണ്ട്. പക്ഷെ എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെ, കുറെ പേര് ഇപ്പത്തെ കുറെ ജനറേഷൻ കണ്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇൻട്രോവേർട്സ് ആണെങ്കിലും ഒക്കെ മനസ്സിലാവും, പിന്നെ അവന് ഭയങ്കര ജാടയാണ്, ആ കുട്ടിക്ക് അല്ലെ അതിനെ റെസ്പെക്ട് ഇല്ല, ആ കുട്ടിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോ ഇതാണ് ആവശ്യത്തിന് ഇതിന്റെ ഒരു പരിഹാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ പെൺകുട്ടികൾ മാത്രമല്ല, ഇതിപ്പോ ആൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുന്നുണ്ടാവും ഒരു ഇതിലൊക്കെ ചെല്ലുമ്പോൾ. പക്ഷെ കുറെയൊക്കെ നമുക്ക് മാറാന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എത്ര മാറി നമ്മളെ എക്സ്ട്രോവേർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് 2 ദിവസം, 3-ാമത്തെ ദിവസം ഇതേ കിടക്കണ്ടേ ഇൻട്രോവേർട്ടിന്റെ അങ്ങേ തലക്കില്. അതായത് നമ്മൾ അഭിനയിക്കൂല, മറ്റുള്ളവരെ ഇപ്പൊ രമേശേട്ടനെ പോലെ ആവണം, എന്നാലാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുള്ളൂ. എപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാവരും എക്സ്ട്രോവേർട്സിന് ഭയങ്കര എന്താ പറയാ, എന്താണ് പറയാ, ഫാൻ ബേസ്. അതായത് എക്സ്ട്രോവേർട്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, ഇൻട്രോവേർട്സിന് ഇഷ്ടം കുറവായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ശരിയാ, എക്സ്ട്രോവേർട്സിന് എല്ലാവർക്കും ഇഷ്ടം. കാരണം ഇവരെല്ലാവരും ഒരുപോലെ കണ്ട അവനെ പോലെ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നാലാളെ കണ്ട് വർത്താനം എന്ത് 2 ദിവസം കഴിയുമ്പോൾ ഇതേ എനർജി ഒക്കെ പോയി ഇതേ ഇവിടെ കിടക്കുന്നുണ്ടാവും. ഇനി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയാം. ഈ ഒരു എക്സ്ട്രോവേർട്സിനോ അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാം. പിന്നെ എന്നെ പോലെയുള്ള ആളുകൾ ഭയങ്കര എക്സ്പെക്ടേഷൻ കെയർ ചെയ്ത് നടക്കുന്ന ആളുകളാണ്. എപ്പോഴും എൻ്റെ തലയിൽ എപ്പോഴും അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഞാൻ ആദ്യം മുതലേ അങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്തിട്ട്. ഇത് കുട്ടിക്കാലത്ത്, അതായത് ഞാൻ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് കാർഡ് ഡ്രോയിങ് ചെയ്തിട്ട് അന്ന് 15 പൈസയുടെ ഒക്കെ നമ്മളൊരു പോസ്റ്റ് കാർഡ് കിട്ടും. ആ കാർഡിന്റെ ഒരു സൈഡിൽ നമുക്ക് ചിത്രം വരയ്ക്കാം. ഒരേപോലുള്ള ചിത്രം വരച്ച് ഞാൻ 50 പേരിനൊക്കെ ഫാമിലിയിൽ എല്ലാവർക്കും അയച്ചു തരുന്നു. ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എല്ലായിടത്തും എല്ലാവരും വിളിക്കുക. എൻ്റെ അടുത്ത് കുട്ടിക്കാലത്ത് ഒരു ഡയറി, ചെറിയ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, ഒരു ഡയറി പോലെ. അതിൽ എല്ലാ വീട്ടിലെയും ലാൻഡ് ലൈനിലെ നമ്പർ ഉണ്ടാവും. ഇവരെയൊക്കെ ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ വെറുതെ വിളിച്ചിട്ട് എന്തൊക്കെയാ സുഖമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ എക്സ്പെക്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ആളുകൾ, സോഷ്യലൈസ് ചെയ്യുന്ന ആളുകൾ ആദ്യകാലങ്ങളിലും, കാരണം ആ സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ജോലി ചെയ്യുന്നില്ല, ഞാൻ വേറെ എനിക്ക് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല, ഞാൻ ഫ്രീ ആയിട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ്. അതുപോലെ തന്നെ ക്ലബ്ബുകള്, സമാജങ്ങള്, ഇതിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പൊ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ആയി. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് സർക്കിൾ, അന്നൊക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ്, ഞാൻ എല്ലാവരും ഒപ്പം അങ്ങനെ ഓടി നടന്നു. അപ്പൊ എല്ലാവർക്കും അരെ രമേശ് വരും ഒരു ഭയങ്കര എക്സ്പെക്ടേഷനാ. ഞാനും ഇത് എൻജോയ് ചെയ്യാണ് ആസ് എ പേഴ്സൺ. എൻ്റെ മനസ്സിൽ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. എന്തിനും ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കണം, എല്ലായിടത്തും പോകണം, എല്ലാവരുമായിട്ട് സംസാരിക്കണം, എനിക്ക് എല്ലാവരും വേണം എൻ്റെ ചുറ്റും, എല്ലാവരും എല്ലാ കാര്യങ്ങളും നോക്കണം. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഉണ്ടായിരുന്നത്. ഇത് പതിയെ നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജ് വരില്ലേ, നമ്മൾ ജോലിയിലേക്ക് മാറുന്നു, ജോലി ഭാരങ്ങൾ വരുന്നു, നമ്മൾ ഒരു ടൗണിലേക്ക് മാറുന്നു, അവിടെ സ്ട്രഗിൾ ചെയ്യുന്നു, ജോലിയുടെ ഭാരം, സ്ട്രെസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ പേഴ്സണൽ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരും. അതായത് എനിക്ക് ഇവരൊന്നും എല്ലാ ദിവസവും വിളിക്കാൻ പറ്റിയെന്ന് വരില്ല, ഇവരായിട്ട് കോണ്ടാക്ട് വെക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു പാർട്ട്ണറുടെ ലൈഫിലേക്ക് വരുന്നു, അതും ഇങ്ങനെയുള്ള ഒരു പാർട്ട്ണർ ആവുമ്പോ അല്ല എന്നാലും പറയാം. പിന്നെ നമ്മൾ പാർട്ട്ണറായിട്ട് നമ്മുടെ ലൈഫ് ഒരു പ്രത്യേക മോഡിക്ക് പോകും. ഒരു കുട്ടിയും കൂടി വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ലൈഫ് മൊത്തം മാറും. പിന്നെ ജോലിയിലെ ടെൻഷൻ, ലൈഫ് മാറിക്കൊണ്ടിരിക്കുക. ഓരോ വർഷം കൂടുന്തോറും നമ്മളെ വ്യത്യാസങ്ങൾ വരും. ഈ സമയത്തൊക്കെ നമ്മൾ പതിയെ പഴയ ലൈഫിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ആവും ഓരോരോ സ്റ്റേജുകളായിട്ട്. നമുക്ക് പഴയ പോലെ എല്ലാവരെയും വിളിക്കാനോ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാനോ, എന്തിനാ അതേ പറഞ്ഞു, ഒരു 2 ആഴ്ച നാട്ടിൽ പോകുമ്പോൾ ഈ കാണുന്ന എല്ലാവരെയും വീടുകളിൽ പോയിട്ട് ഇതുപോലെ എല്ലാവരും അടുത്തിരുന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പതിയെ എന്തായി അറിയോ, നമ്മളെ പണ്ട് സ്നേഹിച്ചിരുന്നവരും നമ്മളെ ഈ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടിരുന്നവരും രമേശ് അങ്ങനെയാണെന്ന് പറഞ്ഞവരും പിന്നെ കാലം മാറുന്നതോടുകൂടി രമേശ് മാറിപ്പോയി, രമേശ് ഇപ്പൊ അങ്ങനെയല്ല, അവൻ ഇങ്ങനെയാണ്, പണ്ടൊക്കെ അവൻ അങ്ങനെയായിരുന്നു, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിലൊന്നും ഈ പാവപ്പെട്ട ഇൻട്രോവേർട്ടിന്റെ യാതൊരു ഇതും ഇവരെല്ലാത്തിലും ഇടപെടുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടർക്കില്ലേ ഒരിക്കലും ഇതൊന്നും കേൾക്കേണ്ടി വരില്ല. കാരണം അല്ല അവർക്ക് ഒരിക്കലും, കാരണം പണ്ട് മുതലേ അവര് കണ്ടു വളർന്ന ആളുകള്
സ്വപ്പു അങ്ങനെ തന്നെയാണ് അവളെ ക്യാരക്ടർ. അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു എക്സ്പെക്ടേഷൻ ചെയ്യുന്നില്ല. ഞാൻ എത്രയോ പേരുന്ന് രമേശ് നീ പണ്ട് വിളിച്ചിരുന്നു, നീ നാട്ടിൽ വരുമ്പോ വന്നിരുന്നു, നീ വരുന്നില്ല. 15 ദിവസത്തില് 10 ദിവസത്തില് നാട്ടിൽ പോകുന്ന സമയത്ത് 5 ദിവസം സ്വപ്പുവിന്റെ വീട്ടിലും 5 ദിവസം എന്റെ വീട്ടിലും എനിക്ക് ഓടിയെത്താൻ എല്ലായിടത്തും പറ്റില്ല. എന്നിട്ടും ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് ഓടാറുണ്ട്. ഞാൻ ഒരു 4 വീട്ടിലെങ്കിലും പോയി വരും. പക്ഷെ എന്നാലും കംപ്ലൈന്റ്. കാരണം ഞാൻ ചെന്ന വീട്ടിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. കാരണം ഞാൻ അങ്ങനെയൊക്കെ ഇരുന്നു പണ്ട്. അവിടെ ചെന്ന് അവിടെ കിടന്നുറങ്ങി 2 ദിവസം കഴിഞ്ഞ് പോരുന്ന, നീ വന്ന് നിന്നില്ല, നീ ഭക്ഷണം കഴിച്ചില്ല, അവൻ വന്ന് ഓടിപ്പോയി, ചെന്നാലും കംപ്ലൈന്റ്. അതായത് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി എക്സാക്ട്ലി ഞാൻ അനുഭവിച്ചതും ഇപ്പോഴും ഒരു എക്സ്റ്റെന്റ് ഞാൻ പല കാര്യങ്ങളിലും ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള സംഭവമാണ് അത്. അതായത് നമുക്ക് ലൈഫില് നമ്മള് ശീലിച്ചു പോകുന്ന സംഭവങ്ങൾ നമുക്ക് ഒരു ബാധ്യതയായി മാറുന്നത് ഞാൻ കണ്ടു. അത് ഇങ്ങനത്തെ എക്സ്ട്രോവേർട്സിന് പ്രശ്നമുണ്ട്. അവരെല്ലാ കാര്യത്തിലും വെറുതെ ഇടപെടില്ല. അവരത് സന്തോഷം കൊണ്ട്, അതായത് ഇപ്പൊ നമ്മൾ ഇവന്റ് വരികയാണ് അല്ലെങ്കിൽ ഒരു സത്യം ഞാനത് കണ്ട എക്സ്പീരിയൻസ്, അതായത് ഒരു ഇവന്റ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവരവിടെ മുന്നിട്ട് നിൽക്കും. അതായത് ഇവർക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ടല്ല, എല്ലാവരുടെയും ബാധ്യത ഇവര് തോളിലെടുത്ത് വെക്കണ രീതിയിൽ നമുക്കെല്ലാം ചെയ്യാം, നന്നാവണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ എന്നും പറയും, അപ്പൊ രവിശേട്ടൻ എന്റെ അടുത്ത് ഞാനൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ഓക്കെ 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 അത്രേ ഉള്ളൂ. പക്ഷെ രമേശേട്ടൻ അങ്ങനെയല്ല, ശരി ഓക്കെ നാളെയാണോ എന്നാ നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് പിന്നെ വെച്ച് പ്രത്യേകിച്ചും ഒരു ആർട്ടിസ്റ്റ് കൂടെ അങ്ങനെ ചെയ്താലോ, അത് അങ്ങനെ ചെയ്താലോ, അത് അങ്ങനെ ചെയ്താലോ, എല്ലാ കാര്യത്തിലും വെറുതെ കടന്ന് എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കും, സന്തോഷം കൊണ്ട് ഇൻവോൾവ് ചെയ്യിക്കണതാണ്. പക്ഷെ ഇതെപ്പോഴും അവസാനം ഒരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ഈ എക്സ്ട്രോവേർട്സിന് വരും. അതായത് നമ്മള് മനസ്സുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ച് എല്ലാവരും വേണം നമ്മളൊപ്പം എന്നൊക്കെ ആഗ്രഹിച്ച് നമ്മളെ പല കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റീവ് ചെയ്ത് എല്ലാവരും കൂടി നമുക്ക് ഇനി ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുള്ള സംഭവങ്ങള് തിരിച്ചടിക്കുക. അതായത് നമ്മൾ കുറ്റക്കാരനായി മാറാം. എന്തിനാണ് രമേശ് നിൽക്കേണ്ട ആവശ്യം? രമേശോട് ആരാധന ചെയ്യാൻ പറഞ്ഞത്? രമേശ് എന്തിനാ അതിന് ഇറങ്ങിയത്? രമേശിന്റെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ? അതായത് നമ്മൾ മനസ്സിൽ പോലും നമ്മൾ എന്തിച്ച ആ സമയങ്ങളിലൊക്കെ നമ്മൾ സന്തോഷാണ്. അതായത് നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ അങ്ങനെയാണല്ലോ, 4 ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കും. ശരിക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫാമിലി മറന്ന് അവർക്ക് വേണ്ടി മരിച്ചത് ചെയ്യും. എല്ലാം കഴിഞ്ഞ വാത്സല്യത്തിലെ മമ്മൂട്ടിയുടെ അവസ്ഥ എനിക്ക് ആ പ്രശ്നം ഒരിക്കലും വരില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻട്രോവേർട്സിന് നമ്മൾ ഭയങ്കര സെൽഫ് ഒബ്സസ്ഡ് ആയിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ സെൽഫ് ലവ് ആയിരിക്കും, സെൽഫ് ഒബ്സസ്ഡ് ആയിരിക്കും, സെൽഫ് റെസ്പെക്ട് ഉള്ളവരായിരിക്കും. അതായത് ഇവർ കൂടുതൽ, എനിക്കറിയില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇവർ കൂടുതൽ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. എല്ലാത്തിനും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളവരായിരിക്കും. ഞാനൊക്കെ ഇമോഷണൽ എല്ലാത്തുനിന്നാണെങ്കിലും ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും കഴിഞ്ഞിട്ടുള്ളൂ ഇമോഷണൽ ബാക്കി വരുന്നത് എന്നുള്ള ഒരു ടൈപ്പ് ആയിരിക്കും. നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ കോട്ടം തട്ടുന്ന ആരായാലും നമ്മളെ സ്നേഹിച്ചിട്ടേ നമ്മൾ ബാക്കിയുള്ളവരെ ടാറ്റ ബൈ ബൈ പരിപാടിയാണ്. പക്ഷെ ഇവരെങ്ങനെയല്ല, ഇവരെ തന്നെ ഇല്ലാതെയാക്കിയിട്ട് ഇവരെ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുള്ളൂ എന്നുള്ളൊരിത്. കാരണം എന്തായാലും നല്ല കേൾക്കാൻ പോകില്ല, എന്തായാലും നല്ലത് കേൾക്കൂല. അഹങ്കാര അഹങ്കാരി ജാട, അതുകൊണ്ടല്ലേ അതൊരു ഭയങ്കര അടിപൊളി ടാഗാണ്. കാരണം എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാവരെയും മുന്നിൽ കൈ കൂപ്പേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് എനിക്ക് എന്തായാലും നല്ല പേര് വരില്ല. അപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ രമേശേട്ടനൊന്നും അങ്ങനെയല്ല. കാരണം എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചെയ്ത് ഒരു ഘട്ടത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും അങ്ങനെ ഒരു, അതായത് മറ്റുള്ളവർ വെറുക്കും എന്നുള്ളൊരു വിഷമമുണ്ട്. എനിക്ക് ആ വിഷമമേ ഇല്ല. ഞാൻ കോർഡിനേറ്റ് ചെയ്തതും ഞാൻ സക്സസ്ഫുൾ ആക്കിയിട്ട് ചെയ്തതുമായിട്ടുള്ളതിന്റെ പേരിൽ ഒരുപാട് അപ്രീസിയേഷൻ പലതിലും കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാം ഫെയിലിയർ ആവണമെന്നുള്ളതല്ല, പക്ഷെ ഒപ്പം ഈ സംഭവങ്ങൾ വരും. അപ്പൊ നമ്മുടെ ഒരു ജീവിതം അങ്ങനെയാണ്, കുറെ സക്സസ്സുകൾ ഉണ്ടാവും, കുറെ ഫെയിലിയർ ഉണ്ടാവും. ഇങ്ങനെ ഒരു മുങ്ങിത്താഴ്ന്നിട്ടുള്ളതാണ് ഈ എന്നെ പോലെയുള്ള ആളുകളുടെ ലൈഫ്. ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആണ്, നോ പ്രോബ്ലം. അവരൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് അവരും പോകുന്നില്ല, ഇങ്ങോട്ടും ആരും വരണ്ട. സോ ദേ ആർ സേഫ്. അതെ, അത് സത്യം. പക്ഷെ നമുക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ അത്ര വലിയ ദുഷ്ടന്മാരല്ല. പക്ഷെ ഇതാണ് ഒരു ഇതിന്റെ കൂടെ പിന്നെ സോഷ്യൽ ആൻസൈറ്റി കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നുണ്ടല്ലോ എല്ലാം ശുഭം എന്ന് പറയും. നമ്മള് മെയിൻ ആയിട്ട് എന്ത് ക്യാരക്ടർ ആയാലും എന്താ വേണ്ടിച്ചാൽ നമ്മള് ജെന്യൂൻ ആയിരിക്കും. അതെ, അതാണ് നമ്മള് നമ്മുടെ ക്യാരക്ടർ. അതായത് നമുക്ക് സഹിക്കാം, പക്ഷെ ഞാനൊരു എന്റെ ക്യാരക്ടർ ഇതാണ്, പക്ഷെ ഞാൻ ജെന്യൂൻ അല്ലാതെ ഒരു ഫ്രോഡ് പോലെ ഞാൻ എന്തെങ്കിലും വേറെ ഇന്റൻഷൻ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ക്യാരക്ടറിന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനപ്പോ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന എന്നുള്ളത്.
ആക്ച്വലി ക്യാമറയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ എൻ്റെ കൂടെ രംഷേട്ടനായിരിക്കും. അപ്പം മിക്കവാറും എല്ലാ വ്ളോഗും അങ്ങനെയാവും, അല്ലാതെ ആൾക്കാരുടെ മുന്നിലല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. ആക്ച്വലി ഇത് കാരണം ഈ ഒരു നിങ്ങൾക്ക് വ്ളോഗ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഭയങ്കര ക്രൗഡ് ആയിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക. ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മാത്രമുള്ള ക്യാബിൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അപ്പോൾ രംഷേട്ടൻ അതെ, അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ എൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാക്കും പക്ഷെ അതെ അപ്പുറത്തുള്ളവർ ഇതിനെ പിടിച്ച് തിന്നും, അത് നീ സംസാരിച്ചപ്പോൾ പറയും അയ്യോ യൂട്യൂബൊക്കെ മോശം. ക്യാമറ ഓൺ ആയി കഴിഞ്ഞ ഞാൻ പറയാ തുടങ്ങി അപ്പുറത്തുപ്പുറത്തുള്ളൂ അവര് നോക്കണ്ടോ നീ നിന്റെ ജോലി ചെയ്യൂ, എന്തിനാ അവര് നോക്കുന്നത്? അപ്പൊ അത് സത്യമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അധികം ക്രൗഡുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ, ഞാൻ അധികം ഫംഗ്ഷന് പോണ വ്ളോഗ് പോലും ഞാൻ എടുക്കാറില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് വെറുതെ ഞാൻ അങ്ങനെ നടന്ന് രംഷനെ കൊണ്ട് എടുപ്പിച്ച് ഞാൻ വോയിസ് ഓവർ ആണെങ്കിൽ ഭയങ്കര ഡയലോഗ് ആയിരിക്കും, കാരണം വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ഭയങ്കര വൻ ഡയലോഗ്, പക്ഷെ അവിടെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ പല ഇവന്റുകളും, എത്രയോ ഇവന്റ്സ് അല്ലെ ഞാൻ എങ്ങനെയൊക്കെയോ സ്കൂട്ടായിട്ടുണ്ട്, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നാട്ടിലാണെങ്കിലും ഇങ്ങനെ കുറെ വരും. അപ്പൊ രംഷേട്ടൻ മെയിൽ വന്നിട്ടുണ്ട് ഇതിനെ പോകുമ്പോ ഞാൻ പറയും രംഷേട്ടൻ വരുമോ ചോദിക്കും. ഞാൻ പറയും ഗോവയിലൊക്കെ ഒരു ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവര് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സോപ്പു നീ പോ, ഞാൻ ഒറ്റയ്ക്ക് പോയില്ല എന്നോട് വരും. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സ്റ്റേജിൽ കയറുക, കാരണം നീ അല്ലേ ഇൻഫ്ലുവൻസർ ഈ ജോലി ചെയ്യുന്നത്. അവൾക്ക് പേടി, കാരണം സംസാരിക്കേണ്ടി വരും, ആളുകളെ മീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈവൻ യൂട്യൂബിന്റെ ഇവന്റോ അല്ലെങ്കിൽ വേറെ ഇൻഫ്ലുവൻസർ ഒക്കെ വരികയാണെന്ന് അവരായിട്ട് എല്ലാം പേടിയാണ്. സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് എനിക്ക് പറ്റിയ പണിയാണോന്ന്, ഇത് എനിക്ക് പറ്റിയ പണിയല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് യൂട്യൂബ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനും എൻ്റെ കാര്യങ്ങൾ കാണിക്കാനും പിന്നെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. കൊളാബറേഷൻ വഴിയാണെങ്കിൽ യൂട്യൂബ് വഴിയാണെങ്കിൽ എനിക്കൊരു ജോലിയേക്കാൾ പൈസ കിട്ടുന്നുണ്ട്. എന്ന് മുതൽ ഈ യൂട്യൂബ് നാട്ടുകാരെ മുന്നിൽ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു അവസരം വന്നാൽ ഇത് ഞാൻ കെട്ടിപ്പൂട്ടി മടക്കി വെച്ച് ഞാൻ അടുത്ത പണിക്ക് പോകും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്, കാരണം എന്നെ കൊണ്ട് ഇത് പറ്റും. മാക്സിമം നമ്മളിപ്പോ ആ സൂക്കിന്റെ ഇവന്റ് പോലെയൊക്കെ 1-2 ഇവന്റിനൊക്കെ, പക്ഷെ അതിന് രംഷേട്ടൻ പോകും, രംഷേട്ടനെയും കൊണ്ടുവരും. രംഷേട്ടൻ ഇല്ലാത്ത ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ഇവന്റിന് പോയിട്ടില്ല എന്നാണ് എനിക്കത്. പക്ഷെ എനിക്ക് സോളോ ഒറ്റയ്ക്ക് ഞാൻ എവിടെ വേണമെങ്കിലും പോകും. ഇവന്റ് അല്ല, ഒറ്റയ്ക്ക് ഞാൻ സിനിമയ്ക്ക് പോകും, ഒറ്റയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യും. എനിക്ക് ഒറ്റയ്ക്ക് ലോകത്ത് എവിടെയും പോകാൻ വേണ്ടിയില്ല, കാരണം ഞാൻ വേറെ ആരും ഫേസ് ചെയ്യുക, വേറെ ആരും സംസാരിക്കൊന്നും വേണ്ടല്ലോ. ഒറ്റയ്ക്ക് എനിക്ക് എവിടെ വേണമെങ്കിലും പോകും. പക്ഷെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫംഗ്ഷന് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം യൂട്യൂബ്. പക്ഷെ ഞാനിങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ എല്ലാവരുമായിട്ടും വർത്താനം പറഞ്ഞ് ഫ്രണ്ട്സ് ആക്കണമെന്ന് മാത്രമല്ലല്ലോ ഒരു ജോലി എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഈ ജോലിയിൽ ഞാൻ ഈ ഒരു മൊബൈലായിട്ടാണ്, നിങ്ങളുമായിട്ട് ഡയറക്റ്റ് കാണുന്നില്ല, നിങ്ങൾ എന്നെ സംസാരിക്കുക, നിങ്ങൾ ജസ്റ്റ് കമന്റ് അല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂ വരുന്നില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. ഞാൻ ഏത് ജോലി എടുക്കണേക്കാളും പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഇവന്റിന് പോകണം, ഞാൻ അങ്ങനെ ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഉണ്ടല്ലോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷെ അത് നല്ല സ്വഭാവമല്ല. ഞാൻ പിന്നെയും പറയണത് ഇത് ശരിയല്ല, ഞാൻ മാറും. എപ്പം മാറാൻ അല്ല, എനിക്കതിനെ മാറണമെന്നും ആഗ്രഹമില്ല. ഞാൻ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. ചിലപ്പോ അങ്ങനെയാവും, ഇത് അത്ര നല്ല കാര്യം നല്ല, പക്ഷെ എന്നാലും നോക്കാം, മാറുമെന്ന് നോക്കാം. കുറെയൊക്കെ മാറാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എത്രയൊക്കെ എത്തിയില്ല. ഇനിയിപ്പോ നോക്കട്ടെ. ഒരവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ കുറെയൊക്കെ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ എല്ലാവരും ചില ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ കൊള്ളാം, അങ്ങനെയല്ല. ഇൻട്രോവേർട്സിന് പക്ഷെ ഒരു തമാശ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. അവളൊക്കെ കുറെ മാറിയിട്ടുണ്ടോ. ഞാൻ ആ മാറ്റം കുറെ അടുത്തിരുന്ന് കണ്ട ആളാണ്. കുറെ ഞാൻ ചവിട്ടി പിടിച്ച് പുഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവളും സ്വയം മാറി വരുന്നതും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി കുറെ മാറാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പെട്ടെന്ന് ആൾക്കാരെ കാണുമ്പോൾ ഒരു ബോധക്ഷേത്രമുള്ളത്. പിന്നെ ഈ ഒരു എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും പറയണ്ട, ഈ ഒരു യൂട്യൂബ് ജോലി തന്നെ അവളെ കുറെ മാറ്റിയിട്ടുണ്ട്, ഒരുപാട് മാറ്റിയിട്ടുണ്ട്. സത്യം. അതായത് കുറെ ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു നമ്മളെല്ലാവരും അറിയും, നമ്മളെ നാലാള് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ കംഫർട്ട് ആക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കമന്റ് ചെയ്യണപ്പോ കൊള്ളാലോ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും ഇങ്ങനെ സംസാരിച്ച് സ്റ്റേജിലൊക്കെ. പക്ഷെ സ്റ്റേജ് കയറി എനിക്ക് അല്ലെങ്കിലും പേടിയില്ല. ഇപ്പൊ ഞാൻ ഒരു 1000 ആളുടെ മുന്നിൽ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റേജിൽ കയറി ഞാൻ ഡാൻസ് ചെയ്യും. അതേ എന്നോട് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ആൾക്കാരെ നടുവിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അപ്പൊ അതെന്തോ ഒരു പീപ്പിൾ ഫിയർ പോലെ, അതെന്താണ് സംഭവം എന്നറിയില്ല. പക്ഷെ സ്റ്റേജിൽ ചെയ്യാൻ പേടിയില്ല. അത് കുറെ സിനിമാ നടന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അവർക്ക് ആൾക്കാരെ മുന്നിൽ സംസാരിക്കാൻ, പക്ഷെ ക്യാമറ ഓണൊക്കെ അവർ പറയാം. അതുപോലെ ആയിരിക്കും ചിലപ്പോ. എന്തോ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഒരു രണ്ടുപേരും അവരവരുടെ ക്യാരക്ടർ. എനിക്കത് മാറണമെന്നോ പറയാൻ ചുമ്മാ ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങനെ വിചാരിച്ചു എന്ന് വെച്ചാലും ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദ വേ ഐ ആം.
ആറ എന്നുള്ളത് നല്ല രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് എന്ന് പറയില്ലേ, അത് നിനക്കിപ്പോ നിന്റെ ഈ പ്രൊഫഷൻ ആവശ്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഇവന്റിന് പോവുക എന്നുള്ളത് നിങ്ങളെ യൂട്യൂബ് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിനക്ക് മാറേണ്ടി വരും. അപ്പൊ അതിനേക്കുള്ള ശ്രമങ്ങൾ തുടങ്ങട്ടെ. എന്ന് പറയുന്ന പോലെ സത്യം, അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേറെയും കുറെ പറയാനുണ്ട്. അത് ആക്ച്വലി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അതായത് നമ്മൾ ഒരാളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയാൽ പോലും ആക്ച്വലി എത്ര യൂട്യൂബേഴ്സിന്റെ നമുക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് പോലും ഇങ്ങനെ ഹായ് ആയിട്ടില്ല. രംഷേട്ടനാണ് പിന്നെ അവരെയൊക്കെ സംസാരിച്ചിട്ടുള്ളതും. അപ്പൊ ഞാൻ തന്നെ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ റിലേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളും നന്നായിട്ട് വളരും. കാരണം നല്ല നല്ല യൂട്യൂബേഴ്സിന്റെ ഒക്കെ കോൺടാക്ട് ഉണ്ടായിട്ടും അവരൊന്നും ഒന്നും ഒരു ഹായ് പോലും പറയാത്ത ഒരു അവസ്ഥയാണ്. അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അവരോട് സംസാരം. എന്തിനാ യൂട്യൂബേഴ്സ് പറയുന്നത്, നോർമൽ ആയിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരായിട്ട് പോലും നമുക്കൊരു സംസാരിക്കാൻ, ഒരു ഹായ് പറയാനോ ഉള്ളൊരു ബുദ്ധിമുട്ട് ഒരു 100 ദിവസം, ഒരു 10 ദിവസം തന്നെ ചിന്തിക്കണം. എന്ത് പറയണം, എന്ത് ചെയ്യണം, ഒരു ഹായ് പറയണം. ദൈവമേ, ഇൻവിറ്റേഷൻ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് പോലും എൻ്റെ വീട്ടിലുള്ള ഒരു രംഷേന്റെ വീട്ടിലുള്ള എല്ലാ രംഷേട്ടനെ വിളിച്ചത് ഹൗസ് വാമിങ്ങിന് പോലും. അതാണ് അല്ലേ അത്. ഈ ക്യാമറ അവസാനിക്കുന്ന സൊപ്പു മൊബൈൽ എടുത്തൊരു മൂലക്കിൽ പോയിരിക്കും. ഇന്നത്തെ കോട്ട കഴിഞ്ഞു, എനർജി കഴിഞ്ഞു. നാളെ സംസാരിക്കാം. അത്രയ്ക്ക് സംസാരിക്കാനുള്ള ക്ഷമ അത്രയൊക്കെ വരും. ഞാൻ എന്റെ എനർജി മുഴുവൻ ഊറ്റി പോയി. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, നല്ല സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പൊ നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങൾ ഇങ്ങനെയാണോ? ഇൻട്രോവേർട്സ് ആരെങ്കിലും ഉണ്ടോ? എക്സ്ട്രോവേർട്ട് കാരണം പണി കിട്ടിയവരുണ്ടോ? ഇൻട്രോവേർട്ട് കാരണം പണി കിട്ടിയവരുണ്ടോ എന്നൊക്കെ ഉള്ള രസകരമായ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവങ്ങൾ. അല്ലാതെ ഇങ്ങനെയാണ് ആവണം എന്നൊന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഒരു അനുഭവം, ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം കുറേയൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ വരുന്ന ചിരി വരും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അല്ലെ? അപ്പൊ അടുത്തൊരു ഫ്രൈഡേ ടോക്സ് അടുത്ത ഫ്രൈഡേ തന്നെ ഉണ്ടാവും അറിയില്ല. സംസാരിക്കാൻ പറ്റിച്ച് ഞാനിക്ക് എവിടെ ഞാൻ വല്ല പ്രാസംഗികനായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഒരു 4 മാസം ആയിട്ട് കാണാം ഫ്രൈഡേ ടോക്സില്. അയ്യോ, അപ്പൊ വേറൊന്നുമില്ല കേട്ടോ. ബൈ.